പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റോമാലേഖനം 8:26 നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. വായിച്ചു നോക്കിക്കേ, എല്ലാവരും ചേർന്ന് വായിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു കലഹം ഉണ്ടായി, ഒരു വഴക്കുണ്ടായി, എങ്ങനെയാണ് ഇനി എന്താ ചെയ്യേണ്ടത്, എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ നമ്മൾ സ്ട്രക്കാവും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വളരെയധികം കഷ്ടത വന്നു, വളരെയധികം നമ്മൾ ദുരിതത്തിലായി, നമ്മൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ നിവർത്തിയില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മുടെ ജീവിതം അകപ്പെട്ടാലും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് വേണ്ടി അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് മധ്യസ്ഥം വഹിക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ ഇങ്ങനെ ഒരു വലിയ ക്രൈസിസിലായി, പിന്നെ ഇങ്ങനെ ദീർഘനിശ്വാസം വിടുന്നതിലൊക്കെ വിടുന്ന ഒരു ഇതൊക്കെ വരും, ആദ്യം കയറും. ആ സമയത്ത് ദൈവമേ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട അവാച്യമായ നെടുവീർപ്പ്. അവാച്യം എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ കൊണ്ട്, വാക്കുകളും ഗ്രാമറും ഇല്ലാത്ത സ്ഥലമാണ് അവാച്യം. സെൻറ്റൻസുകളും ഗ്രാമറുകളും വാക്കുകളൊന്നുമില്ല. അവാച്യമായ നെടുവീർപ്പുകളാൽ ഒരു നോട്ടമായിരിക്കാം, ഒരു നിലവിളിയായിരിക്കാം, ഒരു കരച്ചിലായിരിക്കാം, ഒരു ദീർഘനിശ്വാസമായിരിക്കും. അതെല്ലാം പ്രാർത്ഥനയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. ഒന്നുകൂടെ വായിച്ചു നോക്കിയത് റോമാലേഖനം 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ വെറുതെ അവിടെ ഇരുന്നാൽ മതി, പരിശുദ്ധാത്മാവ്. അപ്പം നമുക്ക് പിന്നെ ആവശ്യമില്ല ഒരുപാട് തരത്തിലുള്ള എന്താ പറയേണ്ടത്, ജീവിത നൈരാശ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പുറത്ത് കൊണ്ടുവരും. നിങ്ങൾ വെറുതെ ബൈബിളിൻ്റെ മുമ്പിൽ അങ്ങോട്ട് ഇരിക്കുക, കുറേ നേരം ഇരിക്കുക, വെറുതെ ഈശോയെ നോക്കി പള്ളിയിൽ പോയിരിക്കുക, പള്ളി അടുത്തുണ്ടെങ്കിൽ. ഒന്നുമില്ലെങ്കിൽ വെറുതെ കുറേ നേരം കർത്താവ് ദൈവം ആത്മാവ് നെടുവീർപ്പുകളാൽ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കും. ഇനി ഇരിക്കാൻ പറ്റാത്തവർ, നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആത്മാവ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ അവാച്യമായ വിധം ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പുണ്യത്തിലായിരിക്കുമ്പോഴും പാപത്തിലായിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. നമ്മൾ നല്ല അവസ്ഥയിലായിരിക്കുമ്പോഴും ചീത്ത അവസ്ഥയിലായിരിക്കുമ്പോഴും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളൊരു പാപപ്രവൃത്തി ചെയ്ത് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം ദുർബലമായി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് പോലും പരിശുദ്ധാത്മാവ് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നില്ല. അപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിലുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം അതിൽ 16-ാമത്തെ വാക്യം, യോഹന്നാൻ 14:16. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എത്ര കാലം നമ്മുടെ കൂടെ ജീവിക്കാനാണ്? പുണ്യത്തിലിരിക്കുന്ന സമയത്ത് മാത്രമാണോ? പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വിട്ടുപോകുമോ? ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു നോക്കിയേ, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വന്നാൽ പിന്നെ എന്നേക്കും, ഫോർ എവർ ആൻഡ് എവർ, മരിക്കുന്നത് വരെ ആ പരിശുദ്ധാത്മാവ് പിന്നെ ആ ശരീരത്തിലുണ്ടായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിർവീര്യമാക്കാം, പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കാം, സങ്കടപ്പെടുത്താം. പക്ഷേ സങ്കടപ്പെട്ടാണെങ്കിലും പരിശുദ്ധാത്മാവ് അതിനുള്ളിലുണ്ട്. എങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലും പരിശുദ്ധാത്മാവ് ദൈവത്തോട് പറയും, ദൈവമേ ഈ വട്ടായലച്ചനെ അനുഗ്രഹിക്കണം, അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ദൈവത്തോട് പറയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ യോസേപ്പിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിപ്രധാനമായ ഒരാൾ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മാധ്യസ്ഥം വഹിക്കുന്നത്.
നമ്മൾ പാപത്തിൽ ഇരിക്കുമ്പോഴും ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കാനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറ. 2, ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. 3, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നില്ല. നമ്മൾ പാപം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ചില സങ്കടമുണ്ട് സങ്കടമുണ്ട്, പക്ഷേ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ഉയർത്തി പഠിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, എനിക്ക് ദൈവത്തെ അപ്പനെന്ന് വിളിക്കണം. എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഭവം വേണം. ആബാ പിതാവിൻ്റെ ഒരു അനുഭവം വേണം. എനിക്ക് ഒരു അഗാധമായൊരു ബന്ധം വേണം. എൻ്റെ പാപം, ഞാൻ പുണ്യത്തിലല്ല, ഞാൻ പാപത്തിൽ വീണ് പോയാലും, ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാതിരുന്നാലും, ഞാൻ ഒരു ദിവസം വഴിവിട്ട് നടന്നാലും, ഒരു ദിവസം ബൈബിൾ വായിക്കാതിരുന്നാലും, ഞാൻ ഒരു ദിവസം വീണ് പോയാലും, ഞാൻ ഇരുട്ടിലായിരുന്നാലും എനിക്ക് ദൈവമുണ്ട് എന്നൊരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ തരുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നന്ദി പറഞ്ഞ് ഉച്ചത്തിൽ സ്തുതിക്കാം, നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.